പഞ്ചാബ് കിങ്സുമായുള്ള IPL പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഞെട്ടിക്കുന്ന പരാജയത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് KKR നായകനായ അജിങ്ക്യ രഹാനെ. കളിയിലെ ടേണിംഗ് പോയിന്റായി മാറിയ തന്റെ LBW തീരുമാനത്തിനെതിരെ എന്തുകൊണ്ട് റിവ്യൂ എടുത്തില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പോസ്റ്റ് മാച്ചിലായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. ടൂർണമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ടോട്ടലായ 111 റൺസ് പ്രതിരോധിച്ചാണ് KKRനെ പഞ്ചാബ് വീഴ്ത്തിയത്. അവർ നൽകിയ 112 വിജയലക്ഷ്യം KKRന് ചേസ് ചെയ്യാനായില്ല. വെറും 95 റൺസിനാണ് രഹാനെയും സംഘവും കൂടാരം കയറിയത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ തോൽവിയുടെ പിഴവ് തന്റേത് തന്നെയാണെന്നും ഇത് സ്വയം സമ്മതിക്കുകയാണെന്നുമാണ് രഹാനെ പറഞ്ഞത്. 112 റൺസ് ചേസ് ചെയ്യവേ തുടക്കം പാളിയെങ്കിലും പിന്നീട് തിരിച്ചു വന്ന KKR ഒരു ഘട്ടത്തിൽ വിജയ പ്രതീക്ഷയിലായിരുന്നു. 2 വിക്കറ്റിന് 62 റൺസ് എന്ന നിലയിലാണ് 15.1 ഓവറിൽ 95 റൺസിന് ഓൾ ഔട്ടായത്. KKRന്റേത് ഒരു കൂട്ടത്തകർച്ചയ്ക്ക് തുടക്കമിട്ടത് രഹാനെയായിരുന്നു. യൂസഫേദർ ചഹലിറിന് 8ാം ഓവറിൽ 4ാമത്തെ പന്തിലാണ് അദ്ദേഹം പുറത്തായത്. ചഹലിറിന് ഗൂഗിളിക്കെതിരെ സ്വീപ്പ് ഷോട്ടിന് ശ്രമിച്ച രഹാനെ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു. ബാറ്റിംഗ് പങ്കാളിയായ യുവതാരം അങ്ക്രിഷ് രഘുവംശിയുമായി സംസാരിച്ച് റിവ്യൂ എടുക്കാതെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. എന്നാൽ രഹാനയുടെ തീരുമാനം ശരിയായില്ലെന്ന് പിന്നീട് റീപ്ലേകളിൽ വ്യക്തമാണ്. ബോളിന്റെ ഇമ്പാക്റ്റ് ഓഫ് സ്റ്റമ്പിന് പുറത്തായിരുന്നു. അതുകൊണ്ട് റിവ്യൂ എടുത്തിരുന്നെങ്കിൽ നോട്ട് ഔട്ട് ആകുമായിരുന്നു. ഹോക്കൈ വ്യൂവിലും അത് കാണിക്കുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാണ് രഹാന റിവ്യൂ എടുക്കാതിരുന്നത്? ആരാധകർ ഒന്നടങ്കം ചോദിക്കുകയാണ്. ഏതൊരു താരവും അത്തരമൊരു സിറ്റുവേഷനിൽ ഒരു റിവ്യൂ പരീക്ഷണം നോക്കുമായിരുന്നു. വിവരിക്കാൻ എനിക്കൊന്നും തന്നെയില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പരാജയത്തിൽ വലിയ നിരാശയുണ്ട്. കളിയിൽ അത്തരമൊരു സന്ദർഭത്തിൽ മോശം ഷോട്ട് കളിച്ചതിൽ തന്നെയാണ് തെറ്റുകാരൻ. അങ്ക്രിഷ് രഘുവംശിയുമായി ഞാൻ റിവ്യൂ എടുക്കുന്ന കാര്യം സംസാരിച്ചപ്പോൾ അവനും വലിയ ഉറപ്പില്ലായിരുന്നു. റിവ്യൂ എടുത്താലും അത് ചിലപ്പോൾ അമ്പയറുടെ കോൾ ആകുമായിരുന്നു. ആ സമയത്ത് സാഹസത്തിന് ഞാൻ തയ്യാറായില്ല. മാത്രമല്ല അത് നോട്ട് ഔട്ട് ആയെന്നും തനിക്ക് ഉറപ്പില്ലായിരുന്നുവെന്നും രഹാനെ വിശദമാക്കി. പഞ്ചാബ് കിങ്സുമായുള്ള കളിയിൽ എത്രയും വേഗത്തിൽ വിജയം നേടിയെടുത്ത് റൺ റേറ്റ് മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ലെന്നും വളരെ മോശമായി ബാറ്റ് ചെയ്തുകൊണ്ടാണ് ടീം തോറ്റതെന്നും രഹാനെ വ്യക്തമാക്കി. നെറ്റ് റൺ റേറ്റിനെ കുറിച്ചൊന്നും തങ്ങളുടെ മനസ്സിലില്ലായിരുന്നു. അതേക്കുറിച്ച് ചർച്ചകളൊന്നും നടത്തിയില്ല. ഒരു ബാറ്റിംഗ് യൂണിറ്റ് എന്ന നിലയിൽ ഞങ്ങൾ വളരെ മോശമായാണ് കളിച്ചത്. ഈ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 111 റൺസ് എന്നത് ചേസ് ചെയ്യാൻ പറ്റാത്ത സ്കോറല്ല. എന്നിട്ടും കൊൽക്കത്ത തോറ്റേന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണെന്നുമാണ് രഹാനെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിന്റെ പരാജയത്തിൽ നിന്നും ശക്തമായി തിരിച്ചു വരാനായിരിക്കും രഹാനെയും സംഘവും ഉറ്റുനോക്കുന്നത്. വരും മത്സരങ്ങളിൽ അതിശക്തമായ തിരിച്ചുവരവ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്.